നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഹോം മെയ്ഡ് ചോക്ലേറ്റാണ്. 4 ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മൾ ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്. 1/2 കപ്പ് ചോക്ലേറ്റ് പൗഡർ, 1/2 കപ്പ് പാൽപ്പൊടി, 1/2 കപ്പ് ഐസിങ് ഷുഗർ നമുക്ക് കുറച്ചുകൂടെ വേണേൽ ഇടാം. മധുരം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. വേറൊരു ബൗളെടുത്തിട്ട് അതിനകത്തിലോട്ട് 100 ഗ്രാം വെണ്ണ, ഉപ്പില്ലാത്ത വെണ്ണയാണ്. വേറൊരു പാത്രം എടുത്തു, അതിലോട്ട് കൊക്കോ പൗഡർ നല്ലവണ്ണം അരിച്ചെടുത്തു. ആ അരിച്ചെടുക്കുന്നത് അത് ഈ കട്ടകളൊന്നുമില്ലാതെ ഫൈൻ പൗഡറായിട്ട് കിട്ടാനാണ്. ഈ അരിപ്പയിലോട്ട് തന്നെ പാൽപ്പൊടിയും അരിച്ചെടുക്കാം. പാൽപ്പൊടി നല്ലോണം അരിച്ചെടുത്ത് കഴിയുമ്പോൾ അതിലോട്ട് തന്നെ നമുക്ക് ഐസിങ് ഷുഗർ അരിച്ചെടുക്കാം. ഇത് കട്ടകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ അരിച്ചെടുക്കുന്നത്. ഈ നമ്മൾ അരിച്ചെടുത്ത പൗഡറില്ലേ, അത് 3 നല്ലവണ്ണം മിക്സ് ചെയ്യണം. 3 പൗഡർ കൂടി എല്ലാ സൈഡും മിക്സായി ബ്രൗൺ കളറാകണം. അതുവരെ നമ്മൾ നല്ലവണ്ണം മിക്സ് ചെയ്ത് എടുക്കണം. നല്ലതായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. എന്നിട്ടിത് നമ്മൾ തയ്യാറാക്കാൻ ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. നമ്മളൊരു പാനി വെള്ളം വെച്ചു. ആ വെള്ളം നല്ലവണ്ണം ചൂടായി വരണം. ചൂടായി വരുമ്പം നമ്മൾ വെണ്ണയിട്ട് വെച്ചിരുന്ന ബൗള് ഈ ചൂടായ പാനിൻ്റെ പൊക്കത്തോട്ട് വെക്കണം. വെണ്ണ നമ്മൾ നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. ചൂടാകുന്നതനുസരിച്ച് ഉരുകി വരും. ഉരുകി നല്ലതായിട്ട് വന്ന വെണ്ണയിലോട്ട് നമ്മൾ കുറേശ്ശെ ഈ പൗഡർ, നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പൗഡറില്ലേ, അത് കട്ട കെട്ടാതെ ഇളക്കിയെടുക്കണം. കുറേശ്ശെ ഇട്ടിളക്കണം, ഒന്നിച്ചിട്ടിളക്കരുത്. ബാക്കിയുള്ള പൗഡർ കൂടിയിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. നല്ലതായിട്ട് മിക്സായി വരണം, കട്ട കെട്ടാതെ മിക്സായി വരണം. ഈ ഒരു പരുവായി വരുമ്പം നമ്മൾ ആ വെള്ളത്തിൻ്റെ പൊക്കത്തുനിന്നെടുത്ത് മാറ്റി വെച്ചൊന്ന് ഇളക്കി. എനിക്ക് മോൾഡിങ് ട്രേ ഇല്ലാത്ത കാരണം ഞാൻ ഐസ് നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കുന്ന ട്രേ ഇല്ലേ, അതാണ് ഉപയോഗിക്കുന്നത്. ആ ഐസ് വെക്കുന്ന ട്രേക്കകത്തിലോട്ട് ഇത് കുറേശ്ശെ ഒഴിക്കണം. അത് ആ ട്രേയിലോട്ട് നല്ലോണം സ്പ്രെഡ് ചെയ്യണം. സ്പ്രെഡ് ചെയ്തിട്ട് എൻ്റെ കയ്യിലിപ്പോൾ കറുത്ത മുന്തിരിയുള്ള ഏതെങ്കിലും ഒരു നട്ട്സ് അത് ഡിപ്പ് ചെയ്ത് വെക്കണം. എന്നിട്ട് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ടാപ്പ് ചെയ്യുന്നത് എയർ ബബിൾസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രീസറിൽ ഒരു 20 മിനിറ്റ്സ് വെക്കണം. 20 മിനിറ്റ്സ് കഴിഞ്ഞ് നമ്മൾ എടുക്കുമ്പോൾ നല്ല ഹോം മെയ്ഡ് ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.